എന്നോടൊരാൾ സംസാരിക്കുക, അതൊരു പഠനത്തിൻ്റെ രീതിയാണ്. സംസാരിക്കുന്നത് ഇപ്പോൾ ഇയാളുമായിട്ട് സംസാരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുകയും പറയാനും അത് സൂക്ഷ്മമായിട്ട് ആലോചിക്കാനും ബാധ്യത വരുന്നതുകൊണ്ട് അതൊരു പഠനത്തിൻ്റെ രീതി തന്നെയാണ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 16 മണിക്കൂറെങ്കിലും ഞാൻ പഠിക്കുന്നുണ്ടാകും. ഇടപെടുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത്. ഇയാളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഇയാളെ പോലൊരു മനുഷ്യനാണ് പുസ്തകം. ഒരാൾ എഴുതി അയാളുടെ അനുഭവമല്ലേ അയാൾ എഴുതിയത്. പുസ്തകം എന്ന് പറയുന്നത് മറ്റു മനുഷ്യരാണ്, അല്ലാതെ പുസ്തകത്തിൽ അറിവിരിക്കുന്നില്ല. ഒരാളുടെ അനുഭവം എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതില്ല. അതുകൊണ്ട് പുസ്തകം വായിച്ചാലും ഇയാളുമായിട്ട് സംസാരിച്ചാലും ഒരേപോലെ തന്നെയാണ് അറിവുണ്ടാകും. ഈ വായനയിലെ ചോയ്സിൽ ഇപ്പോൾ ഫിക്ഷനും നോൺ ഫിക്ഷനും അങ്ങനെ ഏതെങ്കിലും വ്യത്യാസങ്ങളുണ്ടാവോ? ഫിക്ഷൻ വായിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. അനുഭവപരമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ ലോകത്തിനെ അറിയാനുള്ള ശ്രമമാണ്. ഇമാജിനേഷനൊക്കെ എനിക്ക് തന്നെ പറ്റും. അല്ലാതെ ഇനിയും എന്താണ് ഷേക്സ്പിയർ വായിച്ച് ഇമാജിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നമ്മളതെല്ലാം ഇഷ്ടംപോലെ ഫിക്ഷൻ വായിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പം ലോകത്തിനെ അറിയാനായിട്ട് വേണ്ടിയുള്ള വായനയേ ഉള്ളൂ.